ഉണ്ടോ, ഇതിന്റെ വൈബ്രേഷൻ ആണ് ഇത്. പെട്ടെന്ന് ബ്രെയിനിനെ തീട്ടാൻ ലെവലിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ തെറപ്പി എന്ന് പറയുന്നത് ഡീപ് സെല്ലുലാർ ഡിറ്റോക്സ് തെറപ്പിയാണിത്. പ്രഗ്നൻസിയിൽ ഇത് വളരെ ഗുണകരമാണ്. അമ്മയ്ക്ക് റിലാക്സ്ഡ് ആവാം, ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് നല്ല വൈബ്രേഷൻസിലൂടെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകും. 4 വയസ്സായ കുട്ടികൾ മുതൽ 80-85 സീനിയർ ആളുകൾക്ക് വേണ്ടി വരെയുള്ള എല്ലാ സർവീസുകളും നമുക്ക് അവർക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഉണർത്തുന്ന ജീവിത ശൈലിയായ യോഗയെ അറബ് നാട്ടിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആചാര്യ സുജ പതഞ്ജലിയാണ് ഇന്ന് നമുക്കൊപ്പം ഗസ്റ്റ് എത്തിയത്. ഒപ്പം തന്നെ UAE ബിസിനസ് രംഗത്തും അതുപോലെ ഫിറ്റ്നസ് രംഗത്തും 13 വർഷമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന A1 ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO സെമീറും നമ്മുടെ കൂടെ തന്നെയുണ്ട്. മാഡം യോഗ മാസ്റ്റർ ആയിട്ടാണ് ലൈഫിലെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് യോഗ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? അതുപോലെ UAE യോഗയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? യോഗ കരിയർ ആയിട്ട് തിരഞ്ഞെടുത്തത് യോഗയുടെ അനുഗ്രഹം ശരിക്കും ലൈഫിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞാനൊന്ന് വീണ് സർജറി വേണമെന്ന് പറഞ്ഞൊരു ഘട്ടത്തില് സർജറി ഡിനേ ചെയ്തിട്ട് പൂർണ്ണമായും യോഗ പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് അതിന്റെ അത്ഭുതങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത്. മുൻപ് ഒരു അഭ്യാസം എന്ന പോലെ വളരെ ചെറുപ്പം മുതൽ പഠിച്ചിരുന്നു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഘട്ടത്തില് അത് വേണ്ട എന്ന് വെച്ച് യോഗ തെറപ്പിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് പെയിൻ എനിക്ക് അനുഭവിക്കാതിരിക്കാൻ സാധിച്ചു. അതുപോലെ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വന്നില്ല. തന്നെയല്ല, സ്വാഭാവികമായ ഒരു ശാരീരിക ഘടന എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. മാഡം, നമ്മള് ഗൾഫ് ടോക്സിനെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത ആളാണ്. എന്താണ് നമ്മുടെ പേജ് അങ്ങനെ സെലക്ട് ചെയ്യാൻ കാരണം? നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ കാരണം എന്താണ്? കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് വളരെ ഇൻഫോർമേറ്റീവും ഇന്നോവേറ്റീവും വളരെ സമൂഹത്തിന് UAE സമൂഹത്തിന് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ലോകം അറിഞ്ഞെങ്കിലേ കറക്റ്റ് ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ. അവർക്ക് ആ സേവനം എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതുപോലൊരു മീഡിയയുടെ സപ്പോർട്ട് വേണമെന്ന് തോന്നിയിട്ടാണ് എത്തിയത്. അപ്പൊ യോഗയാണ് കരിയർ ഓപ്ഷൻ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണ് യോഗ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? ജീവിതത്തിലും നല്ല സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും യോഗ ആദ്യം ഞാൻ കരിയറായിട്ടല്ല എടുത്തിരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതൊരു അഭ്യാസമായിട്ടോ ഒക്കെ പ്രാക്ടീസ് ചെയ്തു വന്നിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ മീഡിയയിൽ വളരെ ദീർഘകാലം മീഡിയയിൽ വർക്ക് ചെയ്തു. ഓഡിയോ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാനൊന്ന് വീണ് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി നിശ്ചയിച്ചിരുന്ന അവസരത്തില് ഞാൻ നാച്ചുറോപ്പതി യോഗയും പഠിക്കുന്നുണ്ട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ ഇതിന് സർജറിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിറങ്ങി വരുമ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ട് ഇത് കൊടുക്കാൻ? ഞാൻ എന്നിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചു. ഞാൻ സർജറി ഡിനേ ചെയ്തിട്ട് സെൽഫ് പ്രാക്ടീസ് തുടങ്ങി, യോഗയും നാച്ചുറോപ്പതിയും കൂടി. അതിന് ഒരു 4 മാസം കൊണ്ട് എനിക്ക് സക്സസ്ഫുൾ ആയ അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ സർജറിയുടെ ആഫ്റ്റർ ഇഫക്ട്സും പെയിനും എനിക്ക് ഇല്ലാണ്ട് വന്നു. പിന്നെ ഫുൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഡിപ്രസ്ഡ് ആയി പോകും, ഇല്ലേ? 4 മാസം 6 മാസം കട്ടിലിരുന്ന് പോവുക എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ആയി പോകും. പ്രത്യേകിച്ച് നട്ടലിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് ട്രാവൽ ചെയ്യാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, സ്റ്റെപ്പ് കയറാൻ പാടില്ല. പിന്നെ എന്നതാണ് എന്റെ ലൈഫ്, അതിലൊക്കെ പോയി ഞാൻ പറന്ന് നടന്ന് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക്. അപ്പൊ അത് കൊണ്ട് ഞാനന്ന് കോട്ടയത്ത് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് മീഡിയയിൽ ജോലി രാജിവെച്ചിട്ട് എനിക്ക് ഫ്രീഡം വേണം, യോഗ സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാണ് ചെയ്തത്. അവിടെ നിന്ന് സ്കൂളിൽ യോഗ ടീച്ചറായിട്ട് 2-3 സ്കൂളുകളിൽ പോയി. കേരളം ഓടി നടന്ന് യോഗ ക്ലാസ്സുകൾ പലയിടത്തും വർക്ക്ഷോപ്പുകളായിട്ട് എടുത്തു. അതിനിടയ്ക്ക് തെറപ്പി ക്ലാസ്സുകൾക്ക് പോയി, അത് പഠിച്ചു. അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്താൻ പറ്റി. പിന്നെ ഓട്ടിസം, സ്പെഷ്യൽ നീഡ്, അങ്ങനത്തെ സെറിബ്രൽ പാൾസി പോലുള്ള കുട്ടികളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നോർമൽ സ്കൂളിലേക്ക് അവർ പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അതിന്റെ ഗ്ലിംസസ് ഞാൻ എന്റെ അനുഭവത്തിലൂടെ കാണുകയാണ്. അതുപോലെ തന്നെ ബർഡൻ ആയിട്ടുള്ള ആൾക്കാര് ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന സമയത്ത്
യോഗ തെറാപ്പി. അത് മിക്കവാറും സ്ട്രെച്ചും ബ്രെത്തും ആണ് കൊടുക്കുന്നത്. നമ്മുടെ സപ്പോർട്ടോടുകൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ, മുദ്രകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അപ്പൊ കൂടുതൽ ഡീപ്പ് സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെ ഈ ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ദുബായിലും എത്തിപ്പെട്ടതെന്ന് പറയാം. തീർച്ചയായും പ്രവാസികളെ സംബന്ധിച്ച് യോഗ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 9 to 5 ജോബ് കഴിഞ്ഞ് വന്നാൽ നമ്മൾ എടുക്കുന്ന സ്ട്രെസ് കൂടുതലാണ്. ഇപ്പോ റീസെന്റ് നമ്മൾ ചെക്ക് ചെയ്ത കാര്യങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന യുഎയിലാണ്, പ്രവാസികൾക്കിടയിലാണ്. മാഡം, പ്രവാസികൾ ഈ യോഗനെ സമീപിക്കുന്ന രീതി എങ്ങനെയാണ്? എല്ലാവർക്കും സ്വാഭാവികമായിട്ടും യോഗ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് അഭ്യാസങ്ങളാണ് മനസ്സിൽ വരിക. പക്ഷെ അത് മാത്രമല്ല, യോഗയില് അഷ്ടാംഗ യോഗയിലെ 3ാമത്തെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് യോഗാസനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഹഠയോഗത്തില് യോഗാസനങ്ങളും പ്രാണായാമങ്ങളും മുദ്രകളും ബന്ധങ്ങളും ചേരുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് മിക്കവാറും അവര് സ്ട്രെസ് റിലീഫിന് ചെയ്യുന്നത് ജിമ്മ് കാര്യങ്ങളാണ്. ജിമ്മിൽ ബ്രെത്തിന് കൂടുതൽ ഫോക്കസ് ഇല്ല, ഫിസിക്കൽ ഫിറ്റ്നസിനാണ്. യോഗയുടെ തലത്തില് അത് പ്രാണായാമത്തിലും ശ്വസനക്രിയകളും സ്ട്രെച്ച് ആൻഡ് ബ്രീത്തിലും ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആകും. കൂടുതൽ തന്നെ സ്ട്രെസ് റിലീഫ് ആകും. പ്രത്യേകിച്ച് സ്വരയോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തീറ്റ ലെവലിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. അപ്പൊ റിലീഫ് ആകും. മൈൻഡ് ഫുൾനെസ്സിലൂടെ നമുക്ക് അവർക്ക് സഹായിക്കാൻ പറ്റും. ഇപ്പോ ഒരു കണക്കെടുത്താല് 20 to 30 ഇയേഴ്സിലുള്ള ആൾക്കാരിൽ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്. ഇവിടെ ബാച്ചിലേഴ്സിലാണ് അത് കൂടുതൽ. ജോലിയുടെ സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ അവർ പ്രവാസമായിട്ട് വീട് വിട്ട് നിൽക്കുന്ന സ്ട്രെസ് ഉണ്ട്. ഒന്നും തുറന്ന് വർത്തമാനം പറയാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ വർത്തമാനം പറയാതിരിക്കുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ശ്വസനവും അതുപോലെ തന്നെ പോവുകയാണ്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ ക്ലാസ്സിന് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല എഫക്റ്റീവ് ബ്രെത്ത് ആണ് കൊടുക്കുന്നത്. ഈസി സ്ട്രെച്ച്, ഈസി ബ്രെത്ത്, ഈസി ലൈഫ് എൻജോയ് എന്നാണ് പറയുന്നത്, അല്ലെ? നമുക്ക് ശ്വാസം എടുക്കാൻ നന്നായിട്ട് പറ്റിയത് അങ്ങനെ 10 ബ്രീത്ത് എടുത്ത് വിട്ട് കഴിയുമ്പോൾ തന്നെ അവര് ശരിക്കും റിലാക്സ്ഡ് ആവും. ആ റിലാക്സ് ആയ മൈൻഡിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഷെയറിങ് ഈസ് കെയറിങ്, ഷെയറിങ് ഈസ് ക്യൂറിങ് എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിന്റെ കൂടെയാണ് നാദയോഗവും കൂടെ കൊടുക്കണം. ഇപ്പൊ കൂടുതലായിട്ടും ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇടയിൽ ഇപ്പൊ യുഎയിലാണെങ്കിലും ഡ്രഗ്സ് യൂസ് കൂടുതലായി വരുന്ന സമയമാണ്. ആൻഡ് ഈ യോഗ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ? ഈ താൽക്കാലിക സുഖം നൽകുന്ന മദ്യം, ഇത്തിരി ഡ്രഗ്സ്, അതല്ലെങ്കിൽ സ്മോക്കിങ്. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് സ്മോക്കിങ്ങിനൊക്കെ വന്നു. നല്ല ബ്രീത്ത് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവര് പറയും, വാവ് അമേസിങ്, ഇതുകൊണ്ടാണോ ഇത്രയും നാള് ഞങ്ങള് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ, ഈവൻ ദിസ് ഇസ് സോ പവർഫുൾ എന്ന് അവർ തന്നെ പറയുന്നേ. ഈയിടെ ഒരു അറബി കുട്ടി വന്നിട്ട് അവരുടെ ഒരു കൾച്ചറിൽ കുറച്ച് ഇങ്ങനെ ഇലക്ട്രിക് സിഗരറ്റ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഐ ഡോണ്ട് വാണ്ട് ദിസ് എന്ന് പറഞ്ഞ് അവള് തന്നെ എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു, ദിസ് ഇസ് മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കുട്ടി ഇപ്പോ അവള് യോഗ ടീച്ചറാണ്, സൗണ്ട് ഹീലറാണ്, നന്നായിട്ട് അവള് വർക്ക് ചെയ്യുന്നുണ്ട്. മാഡത്തിന് ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? അങ്ങനെ മാഡം കാരണം എന്താ പറയാ ലൈഫിലേക്ക് തിരിച്ചു വന്ന ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ? ഒന്നല്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഏതാണ്ട് 20 വർഷത്തോളം